പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യൂദാസിനെ കുറിച്ച് ഇനിയും എന്തു പറയാനാണ്? ഒറ്റിക്കൊടുക്കപ്പെട്ടിട്ട് പോലും കർത്താവ് അവനെ ചേർത്ത് പിടിക്കുന്നത് സ്നേഹിത എന്ന് വിളിച്ചിട്ടാണല്ലോ. ദൈവം പോലും വിധിക്കാത്ത ഒരാളെ വിധിക്കാൻ നമുക്കെന്താന്ന് അവകാശം? ഇങ്ങനെ യൂദാസ് കർത്താവിനെ ഗാഢമായി ചേർത്ത് പിടിച്ച് ചുംബിച്ചു എന്ന് പറയണം. ഗാഢമായി ചേർത്ത് പിടിച്ചു, അതായത് വിട്ടുകളയാണ്, പിടിച്ചു വെക്കനാണ്. ഇത് ഇവനാണ് ആള്, ചുംബനം അടയാളമായിരുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇവനാണ് ആള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചേക്കല്ല, പിടിച്ചു വെച്ചേക്കാം. ആ പിടുത്തത്തിൽ നിന്നുകൊണ്ടാണ് കർത്താവ് ചോദിക്കണേ, സ്നേഹിത. അത്രയും തന്നെ ഒറ്റിക്കൊടുക്കാൻ നിന്ന ഒരാളെ ഈശോ വിളിക്കണത് സ്നേഹിത എന്നാണെങ്കിൽ പിന്നെ നമുക്കെന്തിനാ ഈ മനുഷ്യനോട് ഇത്ര ദേഷ്യം? നമ്മൾ വിധിക്കാനാളല്ല ആരെയായാലും. പക്ഷെ ഇന്ന് ഇതേ യൂദാസിനെ കുറിച്ച് കർത്താവ് പറയുന്നൊരു ഓർമ്മപ്പെടുത്തലുണ്ട്. അവൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു. അതായത് പോവാൻ പാടില്ലാത്തൊരു സാധ്യതയിലേക്ക് പോയ ഒരു ശിഷ്യൻ, കർത്താവിനെ 30 വെള്ളിക്കാശിൻ്റെ വിലയിട്ട ഒരു ശിഷ്യൻ. അതെന്തൊരു നമ്മളെ വല്ലാതെ മടുപ്പിക്കുന്ന, വല്ലാതെ പ്രയാസപ്പെടുത്തുന്നൊരു ഓർമ്മയാണെന്ന് ഓർത്താൽ മതി. സ്വന്തം ഗുരുവിന് 30 വെള്ളിക്കാശിൻ്റെ വിലയിട്ട ഒരു ശിഷ്യൻ, അതിനു വേണ്ടിയിട്ട് അവനെ ഒറ്റിക്കൊടുക്കാൻ വരെ തയ്യാറാകുന്ന ഒരാൾ. പറഞ്ഞില്ലേ, വിധിക്കാനായിട്ട് നമ്മൾ ആളല്ല, പക്ഷെ ഇങ്ങനെ ആവാതിരിക്കാനായിട്ടുള്ളൊരു ഓർമ്മപ്പെടുത്തലാണത്. ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു. കർത്താവിന് എത്ര വിലയിട്ടിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. ഒരു തളർന്നു കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് വന്ന അച്ഛനോട് പറയുന്നൊരു കാര്യമുണ്ട്, മൈ ഗോഡ് ഈസ് നോട്ട് ദാറ്റ് ചീപ്പ്. എൻ്റെ അത്രയ്ക്ക് വിലകെട്ടൊരു ദൈവം അല്ല എൻ്റെ ദൈവം അത്രയ്ക്ക് വിലകെട്ടവനല്ല. ആലോചിച്ച് നോക്കിയാൽ മതി. ഇങ്ങനെ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് പോവാതെ മറ്റു കാര്യങ്ങളുടെ പേര് പറഞ്ഞ് നമ്മൾ ഓടി നടക്കുമ്പോൾ, എൻ്റെ കുടുംബത്തിന് വേണ്ടിയെന്ന് പറഞ്ഞ്, എൻ്റെ ജീവിതത്തിന് വേണ്ടിയെന്ന് പറഞ്ഞ് ഈശോയെ മാറ്റി നിർത്തിയിട്ട് മറ്റു പല കാര്യങ്ങൾക്കും ഞാൻ പ്രാധാന്യം കൊടുക്കുമ്പോൾ, ജീവിതത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കേണ്ട ഈ ദിവ്യ കൂദാശയെ ഇങ്ങനെ 10-ാം സ്ഥാനത്ത് പോലും എൻ്റെ ജീവിതത്തിലേക്ക് പ്ലേസ് ചെയ്യാതിരിക്കുമ്പോൾ, മൈ ഗോഡ് ഈസ് നോട്ട് ദാറ്റ് ചീപ്പ്. അത്രയ്ക്ക് വിലകെട്ടൊരു ദൈവമല്ല എൻ്റെ ദൈവം, അത്രയ്ക്ക് വിലകെട്ടൊരു ദൈവമല്ല. 30 വെള്ളിക്കാശ്, അത് ഒരു അടിമയുടെ വിലയാണ് യഹൂദന്മാരുടെ ഇതനുസരിച്ചിട്ട്. പഴയ നിയമത്തിൽ നമ്മൾ ജോസഫിനെ വിൽക്കുന്നത് കാണും, സ്വന്തം സഹോദരന്മാർ. ഇവിടെ സ്വന്തം ശിഷ്യൻ, അത് 20 വെള്ളിക്കാശ്, ഇവിടെ ഒരു 10 കൂട്ടിയിട്ടുണ്ട്, കാലം കഴിഞ്ഞപ്പോൾ കൂടിയതായിരിക്കുള്ളൂ. അടിമയുടെ വിലയാണ് 30 വെള്ളിക്കാശ്. അത്രേ കൊടുത്തിട്ടുള്ളൂ ആ കർത്താവിന് വില, അത്രേ കൊടുത്തിട്ടുള്ളൂ. യൂദാസിൻ്റെ കാര്യമല്ല നമ്മൾ ആലോചിക്കുക, അത്രേ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ കർത്താവിന് വില കൊടുത്തിരിക്കുന്നത് അത്രയാണ്. ഈശോ തന്നെ പറയുന്നുണ്ട് സുവിശേഷത്തിൽ, ഒരു ഉപമ പറയുന്നുണ്ടല്ലോ, വിരുന്നൊരുക്കി വെച്ചിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ പറയും, ഞാൻ കാളയെ വാങ്ങി, ഞാൻ കല്യാണം കഴിച്ചു, ഞാൻ വയൽ വാങ്ങി. ഇതിൻ്റെയൊക്കെ അർത്ഥം ഇതൊന്നും വേണ്ടെന്നല്ല, പക്ഷെ ഒരുക്കി വെച്ചിരിക്കുന്ന വിരുന്നിനേക്കാൾ വലുതായിട്ട് ഇതൊക്കെ മുൻപന്തിയിൽ വരുമ്പോൾ അത് ഈ കർത്താവിനെ, അത് ഒരുക്കി വെച്ചിരിക്കുന്നവനെ അവഹേളിക്കുന്നത് പോലെ. കല്യാണം കഴിക്കുന്നത് മോശം കാര്യം അല്ലല്ലോ, വയൽ വാങ്ങുന്നത് നല്ല കാര്യമല്ലേ. കാളയെ വാങ്ങി കച്ചവടം നടത്താൻ പോകുന്നത്, കൃഷി നടത്താൻ പോകുന്നത് ഭംഗിയുള്ള കാര്യമല്ലേ. പക്ഷെ അതിലും മേതെയാണെന്നേ സ്വർഗം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യം. ഇവിടെ കർത്താവ് സ്വന്തം ശരീരരക്തങ്ങൾ വിളമ്പി വെച്ചിട്ട് വിളിക്കുമ്പോൾ നമുക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ആലോചിച്ച് നോക്കിയേ. പണ്ടേ തുടങ്ങി ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 5 കാര്യങ്ങൾ ഏതാണെന്ന് നിങ്ങളൊന്ന് എഴുതാവോ? എഴുതി വരുമ്പോൾ 5-ആമതായിട്ട് പോലും ഈശോ ഇല്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 കാര്യങ്ങളൊന്ന് എഴുതി നോക്കി. എൻ്റെ ലൈഫിലായിട്ട് 10 റാൻഡമായിട്ട് ഇങ്ങനെ പെട്ടെന്ന് ആലോചനയിൽ വരുമ്പോൾ ഇങ്ങനെ എഴുതുന്ന നേരത്ത് ഈശോ എന്ന് പറഞ്ഞ ആദ്യത്തെ വന്നില്ല, 10-ാമത്തേതായിട്ട് വന്നില്ല. മൈ ഗോഡ് ഈസ് നോട്ട് ദാറ്റ് ചീപ്പ്. എൻ്റെ ദൈവം അത്രയ്ക്ക് വിലകെട്ട ദൈവമല്ല. എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം ഇങ്ങനെ ലൈഫിലോട്ടൊന്ന് പ്ലേസ് ചെയ്യേണ്ട ഒരാളല്ല അത്. അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ടിയിട്ടൊക്കെ റീപ്ലേസ് ചെയ്യേണ്ട ഒരാളല്ല അത്. യൂദാസ് ചെയ്തതുപോലെ ഇങ്ങനെ
ഒറ്റുകൊടുക്കേണ്ട ഒരാളല്ല അത്. കുറച്ച് പൈസയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി നിർത്തേണ്ട ഒരാളല്ല അത്. എൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ട്, എൻ്റെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ട എന്ന് വയ്ക്കേണ്ട ഒരാളല്ല അത്. പരിശുദ്ധ കുർബാന തന്നെ എടുത്താൽ മതി. നമുക്ക് ഏറ്റവും എളുപ്പം അത് ചിന്തിക്കാനായിട്ടാ. ട്യൂഷന് പോകാൻ വേണ്ടിയിട്ട് പരിശുദ്ധ കുർബാന നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളിപ്പോൾ മുടക്കുന്നുണ്ട്. പഠിക്കാനുള്ളതൊക്കെ സ്കൂളിൽ പഠിക്കണില്ലേ? എന്നിട്ട് ഈ പഠിച്ച് ജയിക്കാനുള്ള ജ്ഞാനവും ബുദ്ധിയും ഒക്കെ കൊടുക്കുന്ന ഒരാളെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ ട്യൂഷന് വിടും. എൻട്രൻസ് കോച്ചിങ് കൃത്യമായ കാറ്റഗിസം പഠിക്കുന്ന സമയത്ത് ആലോചിച്ച് നോക്കി. ഇവിടെ കാലാകാലങ്ങളായിട്ട് നമ്മുടെ പള്ളികളിൽ കാറ്റഗിസം നടക്കുന്നൊരു സമയം നമുക്കറിയാം. എന്നിട്ട് അതേ സമയത്ത് എൻട്രൻസ് കോച്ചിങ് വരുമ്പോൾ ഇവർ വന്ന് പറയണ കാര്യം എന്താ? മാതാപിതാക്കളാ, ഇത്രയും കാലം കർത്താവിനെ അറിഞ്ഞവരാ, അവർ വന്ന് കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ മുൻപിൽ തല്ലുപിടിക്കുകയെല്ലാം ചെയ്യും. 9 കാണിച്ച എൻട്രൻസ് കോച്ചിങ്, അപ്പോൾ അതിന് പോകാതെ പറ്റില്ല. അതായത് കാലങ്ങളായിട്ട് നടക്കുന്ന ഈ കാറ്റഗിസം, ഈശോയെക്കുറിച്ചുള്ള അറിവ് മാറ്റിയിട്ട് ഞങ്ങൾക്ക് അതിന് പോകണം. എന്നാൽ എന്താ ചെയ്യണ്ടേ? അത് ആ 9:30 പറയുന്നവരോട് പറയണേ, ഇത് ഞങ്ങൾക്ക് കാലങ്ങളായിട്ട് നടക്കുന്ന കാര്യമാണ്, അപ്പോൾ 9:30 പറ്റില്ല, 10:30 11:30 ഉണ്ടെങ്കിൽ ഞങ്ങൾ ചേരാം. ഇല്ല, എനിക്ക് എൻ്റെ ദൈവം അത്രയ്ക്ക് വിലകെട്ടവനാ. യൂദാസിനെ കണക്ക് നമ്മളും കർത്താവിനെ ഇങ്ങനെ ഒറ്റിക്കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈശോയേക്കാൾ വലുതാണ് എനിക്ക് ഈ 30 നാണയങ്ങളെന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ, ഈ നാണയങ്ങൾ എന്തും ആവാട്ടോ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈശോയ്ക്ക് പകരം പ്രതിഷ്ഠിക്കുന്നത് എന്തും അതാണ് എനിക്ക് വലുതെന്ന് നമ്മൾ നിശ്ചയിച്ചുറപ്പിക്കുമ്പോൾ യൂദാസിനേക്കാൾ മെച്ചപ്പെട്ടവരല്ല നമ്മൾ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇനി അയാളെക്കുറിച്ച് വിധിക്കാനൊന്നുമില്ല. ഒറ്റ കാര്യമുള്ളൂ, ഇത്രയും നാൾ നമ്മൾ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ടും ഇങ്ങനെ മാറ്റി നിർത്തിയിട്ടും ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒറ്റിക്കൊടുത്തിട്ടും ഈശോയെ താഴ്ത്തിക്കെട്ടിയിട്ടും കർത്താവെ സ്നേഹിത എന്ന് വിളിക്കാൻ, എനിക്ക് വേണ്ടപ്പെട്ടവനാണ് നീ എന്ന് പറയാൻ നീ ഞങ്ങളോട് കരുണ കാണിക്കുന്നല്ലോ. ഇനിയെങ്കിലും ആ സ്നേഹം തിരിച്ചറിഞ്ഞ് അങ്ങയെ ഇങ്ങനെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായി നിലനിർത്താൻ, ജീവിതത്തിൽ 1-ാം സ്ഥാനം നൽകി ജീവിക്കാൻ കർത്താവെ ഞങ്ങൾക്ക് അങ്ങയോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കണേ എന്ന് ഈ ദിവസങ്ങളിലൊന്ന് പ്രാർത്ഥിക്കണം. ഇത് നിസ്സാര ദിവസങ്ങളല്ല കേട്ടോ. ഈ 2-3 തിങ്കൾ, ചൊവ്വ, ബുധൻ, നാളെയല്ലേ പ്രധാനപ്പെട്ട ദിവസം ആരംഭിക്കുന്നത്, വ്യാഴാഴ്ചയല്ലേ എന്നൊന്നും വിചാരിക്കരുത്. അതിന് മറിച്ച് ഇത് കർത്താവ് അത്രയ്ക്ക് മാനസികമായിട്ടുള്ള സംഘർഷങ്ങളിലൂടെ എന്നാൽ കരുത്തുറ്റ തീരുമാനങ്ങളിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളാണ്. അവിടെ എനിക്ക് വേണ്ടി പീഡ അനുഭവിക്കാനായിട്ട് മനസ്സൊരുക്കിയ ദൈവത്തോടുള്ള സ്നേഹം ഇനി ഞാൻ കാണിക്കേണ്ടത് അവനാണ് വലുതെന്ന് ഏറ്റുപറഞ്ഞിട്ടാണ്, അവനോട് ചേർന്ന് നിന്നിട്ടാണ്, അല്ലാതെ അവനിൽ നിന്ന് അകന്നു പോയിട്ടില്ല. പ്രത്യേകിച്ച് ധ്യാനമൊക്കെ നടക്കുന്ന ദിവസങ്ങളായിരിക്കും, കുമ്പസാരമൊക്കെ നടക്കുന്ന ദിവസങ്ങളായിരിക്കും. എൻ്റെ ജോലി കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ളതെന്നൊക്കെ തീരുമാനിക്കുമ്പോൾ യുവദാസിനെ കണക്ക് തന്നെ നമ്മളുമായി മാറുന്നുണ്ട്. അങ്ങയെ ശരിക്കും സ്നേഹിച്ചുകൊണ്ട് ആ സ്നേഹം നിലനിർത്താനായിട്ടുള്ള വലിയ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളിതാ അങ്ങയുടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹിക്കപ്പെടാതെ പോയ സ്നേഹമേ എന്ന് പറഞ്ഞ് അസീസിയുടെ തെരുവീഥികളിലൂടെ അലഞ്ഞു നടക്കുന്ന ഫ്രാൻസിസ് എന്ന ചെറുപ്പക്കാരൻ നമ്മളെ തിരിച്ചു വിളിക്കുന്നത് ആ കർത്താവിനോടുള്ള മറന്നുപോയ നമ്മുടെ സ്നേഹത്തിലേക്കാണ്. സ്നേഹിക്കപ്പെടാതെ പോയ സ്നേഹമേ, ഞാൻ തള്ളിക്കളഞ്ഞ സ്നേഹമേ, ഞാൻ ഒറ്റിക്കൊടുത്ത, ഞാൻ വേണ്ട എന്ന് വെച്ച, ഞാൻ അവഗണിച്ച് കളഞ്ഞ സ്നേഹമേ, ഞങ്ങളിതാ അങ്ങയുടെ സ്നേഹത്തിലേക്ക് ഒരുപാട് ആഗ്രഹത്തോടുകൂടെ തിരിച്ചു വരുന്നു. ഞങ്ങൾക്ക് നിന്നെ വേണം, നിന്നെ മാത്രം മതി, നിന്നെ കഴിഞ്ഞിട്ട് മാത്രം മതി മറ്റെന്തും തീരുമാനിച്ചുറപ്പിക്കണമെന്നേ. വലിയ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവ് ആ സ്നേഹം നൽകി ആശീർവദിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യമേ,
സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ